ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഒരു ദൈവ പ്രവൃത്തി തെളിയിച്ച ഒരവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മോശയോട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ സമാഗമന കൂടാരത്തിൽ, അതിൻ്റെ സാക്ഷ്യ കൂടാരത്തിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും 12 വടികളെ അവിടെ ആ കൂടാരത്തിനകത്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഓരോ ഗോത്ര തലവന്മാർക്കും ഓരോ വടികളാണ്. അവരവരുടെ പേരുകൾ എഴുതി അതിൻ്റെ അകത്ത് ലേവി ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ലേവി ഗോത്രത്തിന്റെ ഒരു വടിക്കകത്ത് എഴുതിയ പേരെന്ന് പറയുന്നത് അഹരോന്റെ പേരായിരുന്നു. അപ്പോൾ 12 ഗോത്രത്തിന് വേണ്ടി 12 വടികൾ മോശ സമാഗമന കൂടാരത്തിൽ വെച്ചു. അതിൻ്റെ അകത്ത് ലേവി ഗ്രഹത്തിന് വേണ്ടി അഹരോന്റെ വടിയായിരുന്നു വെച്ചത്. അപ്പോൾ ഇവിടെ കാണുന്നത് ദൈവം ആരെ തിരഞ്ഞെടുത്തോ അവരുടെ വടി തളിർക്കും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഹരോന്റെ വടി തളിർക്കുന്നതായിട്ടാണ്. അപ്പോൾ മോശ സാക്ഷ്യകൂടാരത്തിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ യഹോവയുടെ വെളിപ്പാടിൽ ഈ 12 വടി വെക്കുമ്പോൾ ആ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരികയാണ്. പിറ്റേ ദിവസം അഹരോന്റെ വടി തളർത്തു പൂത്തു ബദാം ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ബദാം തളർത്ത് അത് പൂത്തു ഫലം കായ്ക്കണമെങ്കിൽ അതിന് കുറച്ച് കാലം വേണം. എന്നാൽ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു വരികയാണ്. ദൈവം തിരഞ്ഞെടുത്തത് അഹരോനെയായിരുന്നു. അതുകൊണ്ട് അഹരോന്റെ വടി തളർത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് കാലഘട്ടങ്ങളായിട്ട് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ബദാം വൃക്ഷം ഉണ്ടായി അത് തളർത്ത് അതുപോലെ തന്നെ അത് ഫലം കായ്ക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കാലഘട്ടങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ആ വടി തളർത്ത് പൂത്ത് ബദാം ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ചിന്തയെന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ചിന്തയാണ്. ഒറ്റ ദിവസം മതി ദൈവത്തിന് പ്രവർത്തിപ്പാൻ എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അസാധ്യമായ ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ട് ഒരു വടി തളിർക്കുക, പൂത്ത് ഫലം കായ്ക്കുക എന്ന് പറയുന്നത്. അത് അസാധാരണമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന് സകലതും കഴിയും. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ വൃക്ഷങ്ങൾ ഉണ്ടായി വന്നു, സസ്യങ്ങൾ ഉണ്ടായി വന്നു, ആകാശത്തിൽ പറവകൾ ഉണ്ടായി വന്നു. ഒറ്റ കൽപ്പനയിൽ ദൈവം അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഓരോ കൽപ്പന ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകാശത്തിൽ പറവകൾ പറക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. അങ്ങനെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഒരു ദിവസം കൊണ്ട് അഹരോന്റെ വടി തളർത്ത് പൂത്ത് ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു സാധ്യതയുമില്ല ഒരു ദിവസം കൊണ്ട് അത് സംഭവിക്കുവാൻ. എന്നാൽ ദൈവത്തിന് സകലതും കഴിയും. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യ കൂടാരത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വെളിപ്പെട്ടു വരുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അസാധ്യമായത് ഒന്നുമില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ് ദൈവം. ദൈവ പ്രവൃത്തി അല്ലെ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരുമ്പോൾ ഒറ്റ ദിവസം മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വിടുതൽ വരുവാൻ കഴിയുന്നതെന്ന് കാണിക്കുന്നതാണിത്. നമ്മളുടെ ജീവിതത്തിനകത്ത് അനേക കാലഘട്ടങ്ങളായിട്ട് ഒരുപക്ഷെ വിടുതലില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അതത് ഏത് ദിവസമാണോ ആ ദിവസം കൃത്യമായിട്ട് ദൈവം പ്രവർത്തിക്കും.
ഒരൊറ്റ ദിവസം മതി നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ഒറ്റ ദിവസം കൊണ്ട് ആ വടിയുടെ മേൽ ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെട്ടപ്പോൾ അവിടെ അത്ഭുതം കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതം തളിർക്കാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണോ? തളിർക്കുക എന്ന് പറയുന്നത് അത് ഉയർച്ചയെ കാണിക്കുന്നതാണ്. പുഷ്പിക്കുക എന്ന് പറയുന്നത് അത് ഉയർച്ചയുടെ മണമാണ്. അതൊരു അവസ്ഥയാണ്. അതുപോലെ ഫലം കായ്ക്കുന്നത് അത് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു നിഴലാണ്. അപ്പോൾ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു ദിവസം കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ടുപോലും നിന്റെ ജീവിതം ഒരു മരുഭൂമിയുടെ അനുഭവമാണെങ്കിൽ അത് ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന് അതുപോലെ തന്നെ അത് തളർത്ത് അത് പുഷ്പിച്ച് അത് ഫലം കായ്ക്കുന്ന ഒരു അനുഭവമായി നിന്റെ ജീവിതം മാറ്റുവാൻ കഴിയും. മരുഭൂമിയുടെ അവസ്ഥയെ പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു വലിയ സന്ദേശമാണ്. നമ്മളുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു മേഖലകൾ ഉണ്ടെങ്കിൽ ദൈവത്വ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് വിടുതൽ വരുവാൻ കഴിയുന്ന ദൈവമാണ് ജീവനുള്ള അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവസ്ഥ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതുപോലെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്ത ദൈവത്തെ നമുക്ക് പുതിയ നിയമത്തിനകത്ത് ഒരു സ്ഥലത്ത് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിന്റെ ഒരു ബേത്സേദ എന്ന് പറയുന്ന ഒരു കുളം, ആ കുളത്തിനകത്തേക്ക് ചില രോഗികൾ ഇറങ്ങുമ്പോൾ അവർക്ക് സൗഖ്യം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബേതെസ്ത എന്ന് പറയുന്ന കുളം, ഈ കുളത്തിന്റെ അകത്ത് ഒരു ദൂതനിറങ്ങി ആ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കും. അവിടെ കുരുടന്മാരും മുടന്തന്മാരും അതുപോലെ നാനാ രോഗികളായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും കുളത്തിൽ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൂതൻ കലക്കിക്കഴിഞ്ഞാൽ ആദ്യം ആരിറങ്ങുന്നു അവർക്ക് വിടുതലാണ്. എന്നാൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ അനേക വർഷങ്ങളായിട്ട് വിടുതലില്ലാതെ 38 സംവത്സരമായി വിടുതലില്ലാതെ വളരെ ഭാരപ്പെട്ട് ഒരു പക്ഷപാതക്കാരൻ ആ കുളക്കരയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവന്റെ ജീവിതത്തിനകത്ത് അവനെ ആരും കുളത്തിലിറക്കാനില്ലാത്ത ഒരു നിസ്സഹായതയുടെ അവസ്ഥയിൽ ഒരു വ്യക്തി ആ ബേതെസ്ത കുളക്കരയിൽ അരികലത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരും സഹായിപ്പാനില്ല, തന്നെ ആരും കുളത്തിൽ ഇറക്കാനില്ല. അങ്ങനെ വിടുതലില്ലാതെ വളരെ കാലഘട്ടങ്ങളായിട്ട് രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ യേശുവിന് ആ വ്യക്തിയോട് മനസ്സലിവുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശു ഈ വ്യക്തിയെ കാണുമ്പോൾ യേശു പറയുന്നൊരു കാര്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമാണ്, കുളത്തിനിറക്കുവാൻ ആരുമില്ല. ദൂതനിറങ്ങി ഈ കുളം കലക്കുമ്പോൾ തന്നെ ഈ കുളത്തിലിറക്കി ആ വ്യക്തിക്കൊരു വിടുതൽ കൊടുക്കുവാൻ ആരും സഹായിപ്പാനില്ലാതെ ഏകാന്തമായിട്ടുള്ളൊരു അനുഭവത്തിൽ, ഒരാശ നശിച്ച അനുഭവത്തിൽ, ആരും സഹായിക്കാനില്ല, നിസ്സഹായതയുടെ അനുഭവത്തിൽ കിടക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി യേശുവിനോട് ഈ കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 38 വർഷമായി വിടുതലില്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി യേശു വന്ന ആ ഒറ്റ ദിവസം കൊണ്ട് വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മളിവിടെ കണ്ട വിഷയം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് അഹരോന്റെ വടി തളിർത്തു പൂത്തു ഫലം കായ്ച്ചെങ്കിൽ ഒരൊറ്റ ദിവസം മതി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ. ദൈവത്തിന്റെ തേജസ് വരുമ്പോൾ ഏത് വ്യക്തിയും ഒരൊറ്റ ദിവസം കൊണ്ട് പോലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. ആ അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ കുളത്തിന്റെ അരികത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇനി പിന്നെ വേറെ ആരുടെയും ആവശ്യമില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്.
ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. നുകത്തിന്റെ അമൈക്കയറുകളെ തകർക്കുന്നവനാണ് ദൈവം. കെട്ടുകളെ അഴിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ കൊളക്കരയിൽ കിടക്കുന്ന വ്യക്തിയെ കണ്ട് മനസ്സലിയുമ്പോൾ അവന് വിടുതൽ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ഒറ്റ ദിവസം മതി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുവാൻ. അതുകൊണ്ട് 38 വർഷമായിട്ട് ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്തവർ കിടക്കുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതായിട്ടാണ് കാണുന്നത്. അനേക വർഷങ്ങളായിട്ട് വിടുതലില്ലാത്ത ഒരു വ്യക്തിയാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒറ്റ ദിവസം യേശു വന്നപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് ദൈവം ആ വ്യക്തിക്ക് വിടുതൽ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ഈ 38 വർഷമായിട്ട് വിടുതലില്ലാത്ത കിടക്കുന്ന വ്യക്തിക്ക് ഒറ്റ ദിവസം കൊണ്ട് വിടുതൽ കൊടുത്ത് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിന് അനേക വർഷങ്ങളായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയമുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു കരം വരുമ്പോൾ നമുക്ക് വിടുതൽ തരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അനേക നൂറ്റാണ്ടുകളായിട്ട് ബന്ധനങ്ങളിൽപ്പെട്ട തലമുറയ്ക്കകത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിടുവിക്കാൻ കഴിയുന്നവനാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നുകങ്ങളെ തകർക്കുന്നവനാണ്, ചങ്ങലകളെ തകർക്കുന്നവനാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര കാലഘട്ടങ്ങളായി വിടുതലില്ലെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് വിടുതൽ കൊടുക്കുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇവിടെ കാണുന്നത് 38 സംവത്സരം വിടുതൽ കിട്ടിയില്ലെങ്കിലും എന്നാൽ യേശു അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിന് വിടുതൽ വന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അഹരോനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ലേവി ഗ്രഹത്തിന്റെ പേരുള്ള ഒരു വടി ഉണ്ടായിരുന്നു. അഹരോന്റെ പേരുള്ള ഒരു വടി. ആ വടിയുടെ മേൽ അഹരോന്റെ പേര് തന്നെയാണ്. കാരണം അഹരോൻ എന്ന് പറയുന്ന ലേവി ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവം 11 വടികളെയും എന്ന് പറഞ്ഞാൽ 11 ഗോത്രങ്ങളെയും ബാക്കി തിരഞ്ഞെടുത്തില്ല. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരാളുണ്ടായിരുന്നു. ആ ആളാണ് നമ്മൾ കാണുന്ന അഹരോൻ എന്ന് പറയുന്നത്. ഒറ്റ ദിവസം ദൈവത്തിന്റെ തേജസ് അവിടെ വ്യാപരിച്ചപ്പോൾ ആ വടിക്കുമേൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് 38 സംവത്സരം ആരും സഹായിക്കാനില്ലാതെ കിടന്നെങ്കിൽ യേശു വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിന് വിടുതൽ വന്നു. അപ്പോൾ ഇവിടെ ഈ 2 ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു ദിവസം മതി നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന നമ്മുടെ ദൈവിക സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മരുഭൂമിയുടെ അനുഭവത്തിൽ കടന്നു പോകുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് പോലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനെ ഒരു പച്ചപ്പിലേക്ക് കൊണ്ടുവന്ന് ആ പച്ചപ്പ് തളിർപ്പാക്കി അത് പുഷ്പിച്ച് ഒരു ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് പ്രതികൂലമാണെങ്കിലും ദൈവം അനുഗ്രഹിക്കേണ്ടത് ആ ഒരു ദിവസത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിന് പ്രതികൂലം എന്തു തന്നെയാണെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതൽ തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടത് ഒരൊറ്റ ദിവസം മതി ദൈവത്തിന് വിടുതൽ തരുവാൻ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.